പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം വൈകി. അതുകൊണ്ട് തന്നെ ആമുഖ ഭാഷണം ഇനി വിശദീകരിക്കുന്നത് അഭികാമ്യമല്ല എന്ന് മനസ്സിലാക്കി ഇന്നും നാളെയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുടുംബ കലഹം, പ്രശ്നവും പരിഹാരവും. സഹോദരിമാരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഇന്നത്തോടുകൂടി ഭർത്താവിനെ ഒന്ന് റെഡിയാക്കണം. ആ ഭാര്യയുടെ തന്നെ ഭർത്താവ് ഇവിടെ നിന്ന് ചിന്തിക്കും, ഇന്നത്തോടുകൂടി ആ ശൈത്താൻ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കണം. രണ്ട് സ്ഥലത്തും അങ്ങനെ ഒരേ ചിന്തയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി അകലം സംഘാടകർ നേരത്തെ ഇട്ടത് വളരെ ഹൈറായി. അൽഹംദുലില്ലാഹ്. കൂടുമ്പോൾ ഇമ്പമുള്ളതിനാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിന്റെ പ്രഭാഷണ കാസറ്റുകളിൽ ഒരുപക്ഷെ എന്റെ മുമ്പിൽ ഏറ്റവും അധികം ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക എന്റെ പ്രഭാഷണമായിരിക്കാനാണ് സാധ്യത. ഉസ്താദന്മാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും കുടുംബജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് ഭർത്താവ്, ഭാര്യ, ജീവിതത്തിന്റെ മേഖലകളൊക്കെ വിശാലമായി ഓരോ ഭാഗത്തായി പ്രതിപാദിച്ചുകൊണ്ട് നിരവധി കാസറ്റുകൾ ഇസ്ലാമിക കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങളും അതിന്റെ കാരണങ്ങളും ആ കാരണങ്ങളെ ഒഴിവാക്കലാണ് അതിന്റെ പരിഹാരം എന്ന തിരിച്ചറിവും ഈ 2 ദിവസം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളുടെ നെഞ്ചകത്തിലേക്ക് ഇട്ടുതരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ ഭംഗിയായി കാരുണ്യവാനായ റബ്ബ് നിങ്ങളുടെ നെഞ്ചകത്തിലേക്ക് അത് എത്തിച്ചു തരുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ഈ അനുഗ്രഹീതമായ സദസ്സിൽ വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചിരുന്നത് കീക്കോട്ട് സയ്യിദ് അലി സഖാഫ് തങ്ങളെയാണ്. അദ്ദേഹത്തിന് വ്യാഴം വെള്ളിയൊക്കെ ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇച്ചിരി വൈകിട്ടാണെങ്കിൽ പോലും ഈ സദസ്സിലെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ദുആഇന്റെ ഇജാബത്തിന് ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അല്ലാഹു അക്ബർ. നിങ്ങളെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മറുപടി പറയണം. വെറുതെ പെണ്ണ് കെട്ടിട്ടൊന്നും ഇരുന്നാ പോരാ. ആ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും അധികം ശ്രമിക്കേണ്ടത് ആരാ? ആണാണോ പെണ്ണാണോ? അതെ, ആണാണെന്ന് ആണുങ്ങൾ തന്നെ പറയുന്നു. അൽഹംദുലില്ലാഹ്, ഈ നാടിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഭാത്തമാര് പറയും ഇവരൊക്കെ ആണുങ്ങളെന്ന് പറയുള്ളൂ. പക്ഷെ നൗഷാദ് വാക്കവി പെണ്ണുങ്ങളെന്നേ പറയും. അയാളുടെ പ്രസംഗം ഒരുപാട് നമ്മൾ കേട്ടതാ. സംഭവം ശരിയാ. രണ്ടുപേര് ശ്രദ്ധിച്ചേ പറ്റൂ. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരാണ്. അപ്പോ കൂടുമ്പോൾ ഇമ്പമുള്ളതിനാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിന്റെ ഇമ്പം അവസാന സമയം ഭർത്താവായ മനുഷ്യൻ 99-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നതെങ്കിൽ ആ പ്രായം വരെയും ആ കുടുംബ ജീവിതത്തിന്റെ ഇമ്പം തന്റെ ഭാര്യ അടുത്തു വന്നിരിക്കുമ്പോൾ, തന്റെ ഭാര്യ അരികിൽ വന്നിരുന്നു കൊണ്ട് വെള്ളം തന്റെ വായിൽ കുടിച്ചു തരുമ്പോൾ, തന്റെ പ്രിയതമന്റെ റൂഹ് കുടിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഭാര്യ അടുത്തു വന്നിരുന്നു കൊണ്ട് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി കണ്ണുനീർ തുള്ളി തുടക്കുമ്പോഴും ആ കുടുംബ ജീവിതത്തിന്റെ ഇമ്പം നിലനിൽക്കാൻ ലോകത്ത് സരളമായ ശൈലിയിൽ പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രത്യേക ശാസ്ത്രം അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അല്ലാഹു അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാ ഭാഗങ്ങളും, കുടുംബ ജീവിതത്തിന്റെ സകല ഭാഗങ്ങളും, ഒരു ഭാഗവും വിട്ടുപോയിട്ടില്ല. എല്ലാം വളരെ വ്യക്തമായി ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. തങ്ങന്മാരൊക്കെ ഉള്ള സദസ്സാണ്. സ്വലാത്തൊക്കെ കൂടെ നല്ല ഉഷാറിൽ ചൊല്ലണം. ഈ ടാർപ്പൊക്കെ ഇങ്ങനെ പറക്കണം. സ്വലാത്തിന് പവറില്ലെങ്കിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും കൂടിയ സദസ്സിന് കൊതുകിന്റെ ചിറകിന്റെ വിലയാണ്. വേറെ എന്തൊക്കെ അവിടെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വലാത്ത് ശരിക്കും ചൊല്ലണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആരംഭപ്പൂവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകലതും സർവ്വ വിഷയങ്ങളും കുടുംബജീവിതത്തെ കുറിച്ച് വിശദീകരിച്ച് തന്നിട്ടാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹു പടച്ചതമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു. ഈ ഭൂമിയുടെ തൊലിക്കുപുറത്ത് മുളച്ചു വരുന്ന സകല വസ്തുക്കളെയും അള്ളാഹു പടച്ചതമ്പുരാൻ ഇണകളാക്കിയാണ് പടച്ചിരിക്കുന്നത്. ആകാശം ഭൂമിയുടെ ഇണയായതുപോലെ സകല വസ്തുക്കളും ഒന്ന് മറ്റൊന്നിന്റെ ഇണയായി അള്ളാഹു പടച്ചതുപോലെ എന്റെയും നിങ്ങളുടെയും വീടിന്റെ മുമ്പിലും പുറകിലും നിൽക്കുന്ന ധാരാളം പലവർഗങ്ങളല്ലേ, ചെടിത്തരങ്ങളല്ലേ, അതിനെയെല്ലാം കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത്. എല്ലാ വസ്തുക്കളെയും അള്ളാഹു ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത്. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം ഇപ്പോ കുറച്ച് ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായ സ്ഥലമാണ്. അള്ളാഹു ആ നാടിനെ രക്ഷപ്പെടുത്തട്ടെ. ഏറ്റവും അധികം മുസ്ലിങ്ങൾ കേരളത്തിൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. അവിടെ ഒരു വീട്ടിൽ വാതിന് പോയപ്പോൾ, ഒരു നാട്ടിൽ വാതിന് പോയപ്പോൾ ആ വീട്ടിൽ താമസ സൗകര്യം ഒരുക്കി തന്ന വീടിന്റെ ഫ്രണ്ടിൽ ധാരാളം ഈ റംബുത്താൻ കേട്ടിട്ടുണ്ട്. റംബുത്താൻ അറിയോ? ഇല്ല, ഇവിടെ എത്തിയിട്ടില്ല. അത് ചുമ്മാ അല്ലേ, ശങ്കരന് 8 വർഷമായത്, അത് 12 വർഷം ഇവിടെ എത്തിയിട്ടില്ല. റംബുത്താൻ അറിയില്ല? ഒരു ചുവന്ന സാധനം മച്ചാട മൂക്ക് പോലെ ഇരിക്കുന്നേ റംബുത്താൻ. അത് വീട്ടില് പിന്നെ കൊണ്ട് നടാൻ വേണ്ടി ഇതിന്റെ തൈ ചോദിച്ചു. അപ്പൊ ആ വീട്ടിലെ മുതലാളിയായ മനുഷ്യൻ ഇങ്ങനെ ഒരു മൺവെട്ടിക്ക് എടുത്തുകൊണ്ട് വന്ന് ഒന്നിനെ ഇങ്ങനെ റെഡിയാക്കുകയാണ്. വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒന്നിനെ പിഴുത് ഒരു കവറിനകത്താക്കി ഇനി ഉസ്താദ് വൈകുന്നേരം പ്രസവം കഴിഞ്ഞ് പോകുമ്പോൾ വണ്ടിയിൽ വെക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചു. അപ്പൊ അടുക്കളയിൽ നിന്ന് ഭാര്യ ഭർത്താവിനിങ്ങനെ ചെറിയ ശബ്ദത്തിന് വിളിക്കണം. മുസ്ലിയാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ചെറിയ ശബ്ദമാണ്, ഞാൻ ഇറങ്ങുമ്പോൾ വേറെ ശബ്ദമായിരിക്കും. ഏതായാലും പതുക്കെ ഇങ്ങനെ വിളിക്കാണ്, ഇക്ക പിന്നെ ഈ ഫ്രണ്ടിൽ നിന്നത് ആൺതൈയാണ്, പെൺതൈ പുറകിൽ നിൽക്കാണെന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ നിന്നതെന്താ? റംബുത്താന്റെ ആൺതൈയാണ്, അതിന്റെ പെൺതൈ പുറകിൽ നിൽക്കുകയാണ്. ഇത് രണ്ടും കൂടി കൊണ്ടുപോയെങ്കിൽ എന്തുണ്ടാവുള്ളൂ? റംബുത്താനിൽ കായ ഉണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ ഈ തൈ മാത്രം ഇങ്ങനെ വളർന്നു പോകുന്ന. അപ്പൊ അതിൽ പോലും അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മിമ്മാ തുംബിതുൽ അർദു. ഈ ഭൗതിക ലോകത്ത് അള്ളാഹു പടച്ചതമ്പുരാൻ ദുനിയാവിന്റെ തൊലിക്കുപുറത്ത് മുളച്ചു വരുന്ന സർവ്വ വസ്തുക്കളും സകല വസ്തുക്കളും കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ഇണകളാക്കിയാണ് പടച്ചിരിക്കുന്നത്, ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെയും അങ്ങനെ തന്നെയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا. അള്ളാഹു പടച്ചതമ്പുരാൻ ഒരു പുരുഷന് ആ വർഗത്തിൽപ്പെട്ട തന്നെ മനുഷ്യവർഗത്തിൽപ്പെട്ട് തന്നെ പെണ്ണിനെ ഇണയാക്കി അള്ളാഹു പടച്ചതമ്പുരാൻ പടച്ചു കൊടുത്തിരിക്കുകയാണ്. വെറുതെ അള്ളാഹു പടച്ചതല്ല, അതിൽ അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. അള്ളാഹു പടച്ചതമ്പുരാന് ചില തീരുമാനങ്ങളുണ്ട്. എന്തിനാണ് മനുഷ്യവർഗത്തെ തന്നെ ഇണകളായി അള്ളാഹു പടച്ചത്? അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. മനുഷ്യവർഗത്തിൽപ്പെട്ട തന്നെ നിങ്ങളെ ഇണകളാക്കി അള്ളാഹു പടച്ചതിന്റെ കാരണം എന്താ? ഒന്നാമത്തെ കാരണം ലിതസ്കുനൂ ഇലൈഹാ, ലിതസ്കുനൂ ഇലൈഹാ. നിങ്ങൾക്ക് ആ പെണ്ണുമായി ജീവിക്കുമ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോലിഹത്തായ ഒരു ഭാര്യയാണ് നമ്മുടെ ഭാര്യയെങ്കിൽ യാത്രയൊക്കെ പോയി ഒരു ബാഗൊക്കെ തൂക്കി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എന്തൊരു സമാധാനമാണ് ഭാര്യയുടെ മുഖം കാണുമ്പോൾ. അങ്ങനെ ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? തീരുമാനിക്കേണ്ടത് നിങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളിൽ രണ്ടിൽ ആർക്കോ മാരകമായ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാനാണ് ഈ വിഷയം. പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുക. 12 മണിയായി, 12:30 മണിയായി, 1 മണിയായി, ഭാര്യ പ്രസംഗത്തിന് വന്നില്ല. ദൂരെ ആയതുകൊണ്ട് നിങ്ങൾ 4 പേര് കൂടി ഒരു ബൈക്കിലിങ്ങ് പോകുന്നു. ഇപ്പൊ അതൊക്കെ ഒരു ഹരമാണ് ചെറുപ്പക്കാർ. 4 പേര് കൂടി ഒരു ബൈക്കിലിങ്ങ് പോന്നു. അത് അവന്റെ ഭർത്താവ് വീട്ടിലേക്ക് ചെന്നു. ബെല്ലടിച്ച് ഭാര്യ വന്ന് വാതിൽ തുറക്കുമ്പോ മുഖം ഒരു പ്രകാശക്കുറവാണ്.
ഭർത്താവിന് വല്ല അത്ഭുതമൊന്നുമില്ല, അവൻ ഇത് തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്ത് എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ വലിയ ആവേശമൊന്നുമില്ല, അവനും കയറി കിടന്നുറങ്ങിയ സുഖമായിട്ട്. ഇങ്ങനെയാണ് നിന്റെ അവസ്ഥയെങ്കിൽ രണ്ടിൽ ആരോ ഒരാളെ മാരകമായ രോഗത്തിന് ചികിത്സിച്ചിരിക്കണം. ആ ചികിത്സയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ പരിഹാരം ഈ പ്രസംഗം ഇന്നും നാളെയും നിങ്ങൾ കേട്ടാൽ, നാളെ ഒരു പ്രസംഗം കഴിഞ്ഞ് 1 മണിക്ക് നിങ്ങൾ വീട്ടിൽ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഭാര്യയുടെ സ്വീകരണം, ഭാര്യയുടെ വാതിൽ കേൾക്കണം, എന്നാലേ പറ്റുള്ളൂ. വളരെ സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങൾ എവിടെ യാത്ര പോയി വന്നാലും പ്രിയപ്പെട്ടവർ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വീടിന്റെ മുമ്പ് വന്ന് നിൽക്കുന്നത് അൽഹംദുലില്ലാഹ് 1000 നക്ഷത്രങ്ങൾ ഒരുമിച്ച് പൂത്തുല്ലസിച്ചതുപോലെ തിളങ്ങി നിൽക്കുന്ന പോലെ പ്രകാശത്തിന്റെ പ്രഭയുള്ള ചിരിയുമായി വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്ന ഭാര്യയെ കുറിച്ച് ആയിരക്കണക്കായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹുവേ, ഈ നാട്ടിൽ ഒരുമിച്ച് കൂടിയ ദമ്പതിമാരെ നീ ആ രീതിയിൽ സന്തോഷിപ്പിക്കണേ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, എന്തേ കാരണം? മനുഷ്യരിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകളാക്കി അല്ലാഹു പടച്ചതിന്റെ കാരണമെന്ത്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്. ഇന്ന് സമാധാനം ലഭിക്കുന്നുണ്ടോ? ഇന്ന് കല്യാണം സമാധാനത്തിന് വേണ്ടിയിട്ടല്ല. എടാ, നീ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാരൻ തിരിച്ചു ചോദിക്കുന്നത് എന്താ? സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോ അല്ലേ അസൂയാണെന്ന് തോന്നുന്നു, പെണ്ണ് കെട്ടാൻ പറയാൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടിയവരാരും പിന്നെ റോഡിൽ വരുന്നില്ല. 7 മണി കഴിഞ്ഞു. പഴയതുപോലെ പെരുന്നാളിന്റെ റമദാനിന്റെ ക്ഷീണം തീർക്കാൻ ജോലിമാക്കളെടുത്ത് അടപ്പളക്കി പൊട്ടിച്ചിട്ട് കൂട്ടുകാരുമൊത്ത് തുള്ളിച്ചാടുമ്പോ കല്യാണം കഴിച്ചവനെ കിട്ടുന്നില്ല. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നത് വരെയാണ് സുഖവും രസവും ആഹ്ലാദവും എല്ലാം. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന ഒരു തോന്നൽ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങളെ എന്തിനാണ് നിങ്ങളിൽ തന്നെ ഇണകളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്? നിങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോ മനസ്സിലൊരു സമാധാനം. അൽഹംദുലില്ലാഹ്, ഞാൻ എവിടെ ഇറങ്ങി പോകാനും എന്റെ വീടിന്റെ അകത്ത് മുസല്ല വിരിച്ച് നിസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു പ്രിയപ്പെട്ടവർ എനിക്കുണ്ടല്ലോ. ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ, എന്റെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ, എന്റെ മാനസികമായ മുഴുവൻ വിഷമങ്ങളെയും മാറ്റുന്ന സന്തോഷത്തിന്റെ ചിരിയുമായി എന്റെ പ്രിയപ്പെട്ടവർ എന്റെ മുമ്പിലുണ്ടല്ലോ എന്ന ഒരു വല്ലാത്ത സമാധാനമാണ്. പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. ഉപ്പമാര് പറയുന്നില്ലേ, അല്ലാഹുവേ 17 വയസ്സായി 18 വയസ്സായി എന്റെ പൊന്നുമോർക്ക് എവിടെന്നെങ്കിലും ഒരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ എനിക്ക് സമാധാനമാകുമായിരുന്നല്ലോ. അൽഹംദുലില്ലാഹ്, അങ്ങനെ എത്ര പെൺകുട്ടികളാണ് സമാധാനത്തോടെ ജീവിക്കുന്നത്? കണ്ണീരും കയ്യുമായി പ്രിയപ്പെട്ട കുടുംബത്തിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ എത്രയോ പേര് കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോ അബുദാബിയിലേക്ക് പറക്കുകയാ, ദുബായിലേക്ക് പറക്കുകയാ. ഇനി പണവും പവറും ഒന്നും വേണ്ട, കൂടി വേല ചെയ്തിട്ടാണെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ടല്ലോ. ഇതിന്റെ മറുവശമുണ്ട്. എങ്കിലും ഖുർആൻ പറഞ്ഞ ഭാഗം ഞാനത് ചർച്ച ചെയ്തു എന്ന് മാത്രമേ. തസ്കുനു ഇലൈഹാ, നമ്മളിൽ നിന്ന് തന്നെയുള്ള വർഗത്തിൽപ്പെട്ട ഇണകളാകുമ്പോൾ ഒരു സമാധാനം ആ ജീവിതത്തിൽ അള്ളാഹു അവർക്ക് കൊടുക്കും. എവിടെയോ പിറന്ന ഒരു പെണ്ണ്, ഏതോ ഒരു ഉപ്പാന്റെ മോള് എന്നൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് പിടിച്ചെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. കല്യാണം കഴിക്കുന്നത് വരെ യാതൊരുവിധ ബന്ധവുമില്ല. ഒരു 40, 35, 60 വയസ്സൊക്കെ ഉള്ളവർ ചിന്തിച്ചാൽ മതി. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ, ബന്ധം അതിന് മുമ്പേ ഉണ്ടാവും. നഴ്സറി പഠിക്കുമ്പോഴേ വാട്ടർ ബോട്ടിൽ കൈ തൂക്കിക്കൊണ്ട് പോകുമ്പോഴേ സെലക്ട് ചെയ്യും ഏത് വേണം, രജനിയെ വേണോ ഫാത്തിമയെ വേണോ. അതവരെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനെന്ന് എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യമായല്ലോ. മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ഒക്കെ അങ്ങനെയാണ്. അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ അതിലേക്ക് കടക്കാൻ നേരമില്ല. രണ്ടാമത്തെ കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കുടുംബജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയെ തന്നെ അല്ലാഹു തന്നതിന്റെ ഒന്നാമത്തെ കാരണം ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് അല്ലാഹു സമാധാനം ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാരണം അല്ലാഹു പടച്ചതമ്പുരാൻ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ.
എന്തോരു സ്നേഹമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. വല്ലാത്ത കാരുണ്യവും അടുപ്പവും അതിർപ്പവും ലാളനയും വാത്സല്യവും ആഗ്രഹങ്ങളും മോഹങ്ങളും ആശകളും ഉണ്ടാകാം. അല്ലാഹു നിങ്ങളെ പരസ്പരം ഇടകളാക്കി എന്ന് പറയുമ്പോ ഇന്ന് പത്രത്തിൽ വായിച്ചില്ലേ, കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കഴുത്തറുത്ത മൃഗം തോറും നാണിക്കുന്ന തരത്തില് ചോർന്നൊരുക്കുന്ന രക്തവും തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് കടാതെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹം പോലും പേടിച്ചരണ്ടു പോകുന്ന മുഖഗാംഭീര്യമുള്ള ഭർത്താവിന്റെ കഥ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ പ്രിയപ്പെട്ട ഭാര്യയെ ആ സ്കൂളിന്റെ അകത്തേക്ക് പാഠശാലയ്ക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് കഴുത്തറക്കാൻ നോക്കിയ ഭർത്താക്കന്മാരുടെ കഥയില്ലേ. പാതിരാത്രി കിടന്നിറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവുകൾ അതേ തോർത്തുകൊണ്ട് കഴുത്ത് മുറുക്കിയിട്ട് കൊല്ലുന്ന പ്രിയപ്പെട്ടവരുടെ കാലമല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചവരെ, പാരാവാരം പോലെ ഈ പ്രദേശത്ത് ഒന്നാകെ അലങ്കരിച്ചിരിക്കുന്ന ഇൽമിന്റെ മജ്‌ലിസിൽ നിറഞ്ഞിരിക്കുന്ന പാവപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഒരു കലഹവും ഒരു പ്രശ്നവും ഒരു പ്രതിസന്ധിയും ഈ വിഷയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ പവർ കൊണ്ട് നീ കൊടുക്കല്ല നാഥാ. മനസ്സ് നിറഞ്ഞു ദുആ ചെയ്തു പോവുകയാണ്. കാരണം അവസാന ശ്വാസം വരെയും മുസ്ലിങ്ങളുടെ കുടുംബജീവിതം സന്തോഷത്തിലായിരിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉന്ന ലിബാസുല്ലക്കും വഅന്തും ലിബാസുല്ലഹുന്ന. നിങ്ങൾ പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രമാണ്, സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രമാണ്. എന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള പാടുകളും അടയാളങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം അറിയുന്നത് എന്റെ ഈ ജുബ്ബയാണ്, എന്റെ ഈ ശരീരത്തിൽ മൂടിയിരിക്കുന്ന ഡ്രസ്സാണ്. ഇതുപോലെ ആയിരിക്കണം എന്റെ ഭാര്യ, ഇതുപോലെ ആയിരിക്കണം. അറിയാനൊന്നുമില്ല ഈ കൽബിൽ നിന്ന് എന്റെ ഭാര്യയ്ക്ക്, അവളിൽ നിന്ന് നമ്മിലേക്ക്. മിസ്കോള് വരുമ്പോ ഭാര്യ ഒളിച്ചൊളിച്ചു പോകുന്നത് കാണുമ്പോ ഭർത്താക്കന്മാരിങ്ങനെ തള്ളവരൻ മുതൽ ഇങ്ങനെ പെരുത്തോണ്ട് വരും. അല്ലാഹുവേ, എവളെന്തിനാണ് വാക്കവിയുടെ കാസറ്റ് അടുക്കി വെച്ച് കേൾക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. കാസറ്റിന്റെ അടിയിൽ നിന്ന് മിസ്കോള് വരിക. ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ. മാറ്റമുണ്ടാകണം. സംശയമില്ലാത്ത, ആശങ്കകളില്ലാത്ത സന്തോഷത്തിന്റെ കരുത്തുറ്റ ജീവിതം എന്റെ പ്രിയമുള്ളവർക്ക് സമ്മാനിക്കാനാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു ആഗ്രഹിക്കുന്ന സമാധാനവും സ്നേഹവും ഉസ്താദേ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്നവനാണ്. കല്യാണം കഴിഞ്ഞ് ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട എന്റെ കൂട്ടുകാരൻ ഇന്ന് കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോ ഉമ്മാരെ കാലുകൊണ്ട് ചവിട്ടിത്തേച്ചവനായി, നാടും വീടും വെറുക്കുന്ന സ്വഭാവമുള്ളവനായി. അതിന്റെ കാരണമെന്ത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇനി ഒരു വിവാഹം വേണോ എന്ന് ആലോചിക്കുമ്പോ എന്താ കലഹങ്ങളുടെ കാരണങ്ങൾ? മൈക്ക് നല്ല ശബ്ദം പിടിക്കുന്നുണ്ട്, നല്ലപോലെ വെക്കണം. തൃശ്ശൂർ, എറണാകുളം ജില്ലയിലെ ഫുള്ള് കൊട്ടേഷൻ നാളെ തന്നെ റദ്ദ് ചെയ്യും. 2 സ്ഥലത്തെ പരിപാടികൾ കിട്ടി, പിന്നെ വേറെ കുക്കിംഗ്